കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പൽ MSC എൽസാ-3യിൽ നിന്ന് കൂടുതൽ പേരെ രക്ഷപ്പെടുത്തിയെന്ന വിവരങ്ങൾ വരുന്നു. വിനോദ് വിശദാംശങ്ങളുമായി. വിനോദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇനി 3 ജീവനക്കാരെ കൂടി മാത്രമാണ് രക്ഷപ്പെടുത്താനുള്ളത്. 24 പേരാണ് അതിൽ ഉണ്ടായിരുന്നത്. ഇനി അവശേഷിക്കുന്നത് 3 പേർ മാത്രമാണ്. ഇതിൽ 9 പേർ ആദ്യം തന്നെ കടലിലേക്ക് ചാടി അവർ നീന്തി രക്ഷപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. MSCയുടെ കപ്പലാണ്, MSC എൽസ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയായിരുന്നു. തീരത്ത് നിന്ന് ഏതാണ്ട് 35 നോട്ടിക്കൽ മൈൽ അകലെ അപകടം സംഭവിച്ചുവെന്നാണ്. അതായത് ഏതാണ്ട് അന്തർദേശീയ കപ്പൽ പാതയുടെ സമീപത്ത് തന്നെയാണ്, അതിൽ നിന്ന് ഒരുപാട് അകലെ അല്ലാതെ തന്നെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന വിവരമാണ് വരുന്നത്. കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. തീരത്തടിഞ്ഞാൽ ഒരു കാരണവശാലും ജനങ്ങൾ അതിൽ തുടരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. തീരത്ത് എണ്ണപ്പാട രൂപപ്പെടാനുള്ള സാധ്യത, അങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ തീരത്ത് കണ്ടാൽ 112 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയോ അല്ലെങ്കിൽ 112 എന്ന നമ്പറിലേക്ക് ജനങ്ങൾക്ക് വിളിക്കുകയോ ചെയ്യാമെന്ന വിവരമാണ് നൽകുന്നത്. കടൽ ചുഴിയിൽപ്പെട്ട് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ വളരെ പ്രതികൂലമായൊരു കാലാവസ്ഥയാണ്. കനത്ത മഴയും കാറ്റുമുള്ള ഒരു കാലാവസ്ഥയാണ്. ഇതാണോ അപകടത്തിന് കാരണമായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുഴി രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. നേവിയുടെയും എയർഫോഴ്സിൻ്റെയും സേവനം തേടിയിട്ടുണ്ട്. എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ, അതോടൊപ്പം തന്നെ നേവിയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേവിയുടെ വിമാനവും അവിടെ പറക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ അപകട സാധ്യത മനസ്സിലാക്കി അവിടെയുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ഏകോപനം സംസ്ഥാന മന്ത്രിയുണ്ട്, വകുപ്പിൻ്റെ ചുമതലയുള്ള VN വാസവൻ. അദ്ദേഹം അല്പസമയം മുൻപാണ് നമ്മളുമായി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. MSCയുടെ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിശോധിക്കണം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ധാരാളം MSCയുടെ കപ്പലുകൾ എത്തുന്നുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ചുരുക്കപ്പേരിൽ, അല്ലെങ്കിൽ MSC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനിക്ക് ഏതാണ്ട് 700ഓളം കപ്പലുകളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും പടുകൂറ്റൻ മദർഷിപ്പുകളുള്ള കമ്പനി എന്ന ഖ്യാതിയും MSCക്കുണ്ട്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായ ശേഷം ഏറ്റവും കൂടുതൽ MSCയുടെ കപ്പലുകളാണ് വിഴിഞ്ഞത്തേക്ക് വന്നു പോയത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പോലും MSCയുടെ തുർക്കി എന്ന കപ്പലാണ് ഏറ്റവും ഒടുവിൽ ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നു പോയത്. അതിന് മുൻപും ശേഷവുമായി MSCയുടെ ധാരാളം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്നിരുന്നു. MSCയുടെ മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന പടുകൂറ്റൻ ബർത്തുകൾ വിഴിഞ്ഞത്തുണ്ട്. ഇവിടെ എത്തിക്കുന്ന ചരക്കുകൾ പിന്നീട് ഫീഡർ കപ്പലുകളിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നടപടിക്ക് വേണ്ടി, അല്ലെങ്കിൽ വിനോദ, അരുൺ ചേരുന്നുണ്ട് കുറച്ചുകൂടി വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു അപകട സാധ്യത ഏതൊക്കെ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും ഈ കാർഗോ ബോക്സുകൾ വരിക, ഏത് ഭാഗത്തെ കൂടുതൽ ബാധിക്കുമെന്ന രീതിയിൽ ഒരു നിർദ്ദേശം നൽകുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? തീരമേഖലകളിൽ മുഴുവൻ ഒരു ജാഗ്രത വേണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പ്രധാനമായും വ്യക്തമാക്കുന്നത്. ചില മേഖലകൾ തിരിച്ചു പറയുന്നുമുണ്ടെങ്കിലും പൊതുവിൽ തീരമേഖലകൾ മുഴുവൻ ഒരു കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. ഈ കപ്പൽ അവസാനം എത്തിയ സ്ഥലം, അതൊക്കെ മാർക്ക് ചെയ്ത് ഒരു ചിത്രവും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അവസാനം കപ്പൽ എത്തിയ സ്ഥലം ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ ഭാഗങ്ങളിൽ ഏതെല്ലാം ഭാഗത്തേക്ക് പോകാമെന്നൊരു പ്രസന്റേഷനാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഇമേജിൽ ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ വരുന്നു. ഒരു പ്രസ് നോട്ടായി തന്നെ ഇക്കാര്യം പുറത്തു വരുന്നു. 184 മീറ്റർ നീളമുള്ള ലൈബീരിയൻ കപ്പലായ MSC എൽസാ-3 വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 23-ാം തീയതി, അതായത് ഇന്നലെ രാത്രി, ഇന്ന് കൊച്ചിയിലെത്തുന്ന വിധത്തിൽ പുറപ്പെട്ടിരുന്നു. 1:25 24-ാം തീയതി, അതായത് ഇന്ന് 1:25 ഈ ഷിപ്പ് അധികൃതർ ഒരു ചെറിയ പ്രശ്നമുണ്ടായതായി അറിയിക്കുന്നു. 38 നോട്ടിക്കൽ മൈൽ അകലെ കൊച്ചിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 38 നോട്ടിക്കൽ മൈൽ അകലെയായി ഇങ്ങനെ ഒരു അപകടമുണ്ടായതായി അറിയിക്കുന്നു. എമർജൻസി ഇടപെടൽ, അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഈ അഭ്യർത്ഥന വന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. ഈ ഭാഗത്തുള്ള നേവിയുടെ കപ്പലുകളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഒപ്പം ഹെലികോപ്റ്ററുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പലും 2 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമാണ് ഇപ്പോൾ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്.
24-ൽ 9 പേരെ രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെതായി വരുന്ന അറിയിപ്പ്. നേരത്തെ നമ്മൾ കൂടുതൽ പേരെ രക്ഷപ്പെടുത്തിയെന്ന വിവരങ്ങൾ വരുന്നു. 15 പേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ എയർക്രാഫ്റ്റുകൾ അവിടെ ഇവർക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട്. DG ഷിപ്പിംഗ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഇവർക്ക് ഇവരുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. എല്ലാ വിഷയങ്ങളും കൃത്യമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും എന്തെങ്കിലും രീതിയിലുള്ള പ്രകൃതിക്കോ മനുഷ്യനോ നാശമുണ്ടാവാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നു. വളരെ പെട്ടെന്ന് ആ പ്രസ് റിലീസ് മലയാളത്തിലാക്കി പറഞ്ഞതാണ്. കൂടുതൽ വിശദാംശങ്ങൾ കിരൺ ബാബു നൽകും. കിരൺ, കോസ്റ്റ് ഗാർഡിന്റെ പത്രക്കുറിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശ്രീജ, ഈ കാണുന്നതാണ് കപ്പലിന്റെ ഏറ്റവും പുതിയ പൊസിഷൻ. അല്പസമയം മുമ്പ് എത്തിയ പൊസിഷനാണ്. കൊച്ചിയുടെ തീരത്ത് നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ ഈ കപ്പൽ ഉള്ളത്. ഈ സ്ഥലത്താണ് കപ്പൽ തകർന്നത്. ആ സ്ഥലമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഈ ചിത്രമാണ്. കപ്പലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ കപ്പൽ 1997-ൽ നിർമ്മിച്ച കപ്പലാണ്. ലൈബീരിയൻ ഫ്ലാഗാണ് കപ്പൽ ഉപയോഗിക്കുന്നത്. ലൈബീരിയയുടെയാണ് കപ്പൽ ഉടമസ്ഥയിലുള്ള രാജ്യം. ഓരോ കപ്പലിനും ഓരോ രാജ്യത്തിന്റെ കപ്പലായിരിക്കും. അതിപ്പോൾ ലൈബീരിയയുടെ കപ്പലാണ്. ഈ കപ്പൽ തന്നെ നിരവധി തവണ ഇതിന്റെ പേര് മാറി വന്ന ഒരു കപ്പൽ കൂടിയാണ്. ഇതിന് ഇപ്പോൾ MSC എൽസ 3 എന്ന പേര് വന്നത് 2015 ജൂലൈയിലാണ്. അതിനു മുമ്പ് അലക്സാണ്ട്ര N എന്നായിരുന്നു ഈ കപ്പലിന്റെ പേര്. അതിനു മുമ്പ് അഡ്രൈൻ എന്നായിരുന്നു ഈ കപ്പലിന്റെ പേര് 2006 ജൂണിൽ. അതിനു മുമ്പ് പല കമ്പനികൾ മാറി. ഇത് 2000 ഫെബ്രുവരിയിൽ ഒരു കമ്പനിയുടെ, 2001 മാർച്ചിൽ അത് മറ്റൊരു കമ്പനിയുടെ, അങ്ങനെ കപ്പൽ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കമ്പനികളൊക്കെ കപ്പലുകൾ വാങ്ങിക്കാറുണ്ട്. അതിന്റെ ഹിസ്റ്ററി അടക്കമാണ് ഇപ്പോൾ കാണുന്നത്. 2000 മുതൽ ഈ കപ്പൽ ഏതൊക്കെ കമ്പനിയുടെ ഉടമസ്ഥയിലായിരുന്നു. MSC കമ്പനിയുടെ ഉടമസ്ഥയിലേക്ക് വന്നത് 2015 ജൂലൈയിലാണ്. അങ്ങനെയാണ് MSC എൽസ 3 എന്നുള്ള പേര് ഈ കപ്പൽ വന്നത്. അതോടൊപ്പം തന്നെ കപ്പലിന്റെ നിർമ്മാണം 1997-ൽ നിർമ്മിച്ച കപ്പലാണ്. ഇതിനു മുമ്പും പലതവണ ഇന്ത്യൻ തുറമുഖങ്ങളിലൊക്കെ വന്നു പോയിട്ടുള്ള കപ്പലാണ്. 183.91 മീറ്റർ നീളമാണുള്ളത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ നീളത്തിൽ ഉള്ള ഒരു കപ്പലാണിത്. അത്രത്തോളം വലിപ്പമുള്ള ഒരു കപ്പലാണ് എന്ന് കണക്കാക്കണം. 25.3 മീറ്ററാണ് ഇതിൻ്റെ വീതി കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സഞ്ചാരപാത പരിശോധിച്ചാൽ തന്നെ ഈ വർഷങ്ങളായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു കപ്പൽ കൂടിയാണിത്. ഇപ്പോൾ ഇത് കൊച്ചിയുടെ ഇന്നലെ ഉച്ചയ്ക്ക് 2:22-നാണ് ഇത് വിഴിഞ്ഞത്ത് നിന്നും തിരിച്ച ശേഷമാണ് അത് നേരെ കൊച്ചിയിലേക്ക് എത്തിയത്. ഇന്ന് വെളുപ്പിനെ 4:40 അത് കൊച്ചി തുറമുഖത്തല്ല, കൊച്ചിയുടെ അതിർത്തിയിൽ കൊച്ചിയിൽ എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി കപ്പൽ വീണത്. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ തന്നെയായിരുന്നു ഈ കപ്പൽ ഈ സമയത്ത് ഉണ്ടായിരുന്നത്.